ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 3.5, ഇല്ലസ്ട്രേഷൻ 2. Prove that the accounting equation is satisfied in all the following transactions of ചിക്കു. ചിക്കുവിൻ്റെ കുറേ ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇത് ബേസ് ചെയ്ത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ ആദ്യം വായിക്കണം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ്സും ഓരോ ട്രാൻസാക്ഷൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള അസറ്റ്സും ലയബിലിറ്റീസും നമുക്ക് ആദ്യം ഒന്ന് അതിൻ്റെ സൈഡിലോട്ടൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ്, കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹20,000, 20,000 രൂപ ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ചു. കമൻസ്ഡ് എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു, ചിലപ്പം സ്റ്റാർട്ടഡ് എന്നായിരിക്കും. അപ്പം ബിസിനസ് ആരംഭിച്ചു. എത്ര രൂപ കൊണ്ടുവന്നു ചിക്കു? 20,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പം ഇവിടെ വരുന്ന അസറ്റ് ഏതൊക്കെയാണ്? അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണ്. ക്യാഷ് മാത്രമേ അസറ്റ് ആയിട്ടുള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് ബിസിനസ്സിന് ഒരു ബാധ്യതയും ഉണ്ടാകുന്നു, അതായത് ഓണറോടുള്ള ബാധ്യത. എന്താണത്? ക്യാപിറ്റൽ. ക്ലിയർ? സെക്കൻഡ്, ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹8,000, 8,000 രൂപ ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചു. ഗുഡ്സ് പർച്ചേസ്ഡ്, ഫേമിലേക്ക് വരുന്ന അസറ്റ് ഏതാണ്? സ്റ്റോക്ക് അല്ലേ? സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഫേമിലേക്ക് വരുന്ന അസറ്റ് സ്റ്റോക്ക്. അവിടെ ഒരസറ്റ് അവിടെ കുറഞ്ഞു, ഒരസറ്റ് വന്നു, അപ്പോഴൊരസറ്റ് അവിടെ നിന്ന് കുറഞ്ഞു. ക്യാഷ് കൊടുത്താണ് വാങ്ങിച്ചത്, അപ്പോൾ ക്യാഷിൽ നിന്ന് 8,000 രൂപ അവിടെ പോവുകയും ചെയ്തു. ക്ലിയർ? തേർഡ്, ബോട്ട് ഫർണിച്ചർ ₹3,000, 3,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. ഇവിടെ ഫർണിച്ചർ, ബോട്ട് ഫർണിച്ചർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, ക്രെഡിറ്റിനൊന്നും പറയുന്നില്ല, എന്നാൽ ക്യാഷ് ഒന്നും പറയുന്നില്ല. ഇതെന്ന് പറയുന്നത് ഒരു ക്യാഷ് പർച്ചേസ് ആണ് കേട്ടോ. ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ്, വാങ്ങിച്ചു. ഫർണിച്ചർ വാങ്ങിച്ചു. ബോട്ട് ഫർണിച്ചർ ഫോർ ₹3,000 എന്നാണ്. അപ്പോൾ ഇതൊരു ക്യാഷ് പർച്ചേസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് അസറ്റ് വന്നിരിക്കുന്നത്? ഏതാണ്? ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റാണ് വന്നിരിക്കുന്നത്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അപ്പോൾ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞു. 3,000 രൂപയുടെ ഫർണിച്ചർ ഫേമിലേക്ക് വന്നപ്പോൾ 3,000 രൂപ ക്യാഷ് ഫേമിൽ നിന്ന് പോയി. ക്ലിയർ? ഫോർത്ത്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹7,000, 7,000 രൂപയുടെ സാധനങ്ങൾ കടത്തിൽ വാങ്ങിച്ചു. ഉണ്ട്, എങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്? ക്രെഡിറ്റിലാണ്. ഇവിടെ ക്യാഷ് കൊടുത്തല്ല വാങ്ങിച്ചിരിക്കുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ഫേമിലേക്ക് വരുന്ന അസറ്റ് ഏതാണ്? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർത്തോളം ഏതാണ് വരുന്ന അസറ്റ്? സ്റ്റോക്ക്. നോക്കിക്കേ, ഇവിടെ കടത്തിലാണ് വാങ്ങിച്ചിരിക്കുന്നത്, നമ്മുടെ ക്യാഷ് ഒന്നും ഇവിടെ പോയിട്ടില്ല. അപ്പോൾ ഒരു ലയബിലിറ്റിയാണ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏതാണ് ആ ലയബിലിറ്റി? ക്രെഡിറ്റേഴ്സ്. അതായത് ഇപ്പം നമ്മൾ 7,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ കിടപ്പുണ്ട്. ക്ലിയർ? ഫിഫ്ത്ത്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ₹4,000, 4,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. എന്താ കൊടുത്തത്? ക്യാഷ്. അപ്പോൾ ഒരു അസറ്റ് കുറഞ്ഞു. ഏത് അസറ്റ്? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറഞ്ഞു. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ബാധ്യതയും അവിടെ കുറഞ്ഞു. ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ 7,000 രൂപയായിരുന്നു കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ എത്ര കൊടുത്തു? 4,000 രൂപ കൊടുത്തു. അപ്പം ഇനി 7,000 രൂപ കൊടുക്കാനില്ല. ഇനി ഒരു 3,000 രൂപയും കൂടിയാണ് ക്രെഡിറ്റർക്ക് കൊടുക്കുവാനുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ്, പെയ്ഡ് സാലറി ₹500, 500 രൂപ സാലറി ഇനത്തിൽ കൊടുത്തു. പെയ്ഡ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഓർത്തോളണം, അവിടെ ഒരു അസറ്റ് ഏതാണ്? ക്യാഷ് ആണ്. സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 500 രൂപ എന്ത് ചെയ്യുന്നു? കുറയുകയാണ് അല്ലേ? അപ്പം ക്യാഷിൽ നിന്ന് 500, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറഞ്ഞു. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് അത് എവിടെ നിന്നും കുറയണം? ക്യാപിറ്റലിൽ നിന്നാണ് പിന്നെ അത് കുറയേണ്ടത് അല്ലേ? അതായത് ബിസിനസ്സിലെ ചിലവുകളാണ് അതല്ലേ? സാലറി ഇനത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ബിസിനസ്. ആ കൊടുത്ത ക്യാഷ് നമ്മൾ കണക്കിൽ കാണിച്ചു. അപ്പോൾ അത് അത്രയും കുറച്ചാണ് നമ്മൾ ഇനി എന്ത് കൊടുക്കുകയുള്ളൂ? ഓണർക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ആ സാലറി കൊടുത്ത എമൗണ്ട് എന്ത് ചെയ്തേക്കണം? മൈനസ് ചെയ്തേക്കണം. 7, റിസീവ്ഡ് കമ്മീഷൻ ₹300, 300 രൂപ കമ്മീഷൻ ഇനത്തിൽ ലഭിച്ചു. റിസീവ്ഡ് എന്ന് കേട്ടെന്നാൽ
ഉറപ്പായിട്ടും ഒരു അസറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷാണ്. പെയ്ഡ് റിസീവ്ഡ് നിശ്ചയമായിട്ടും അതിൻ്റെ അകത്ത് വരുന്ന ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷാണ്. അപ്പോൾ ഇവിടെ കമ്മീഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ 300 രൂപ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആ സ്ഥാപനത്തിലേക്ക് വന്നു, ക്യാഷ് വന്നു. ആ വന്ന ക്യാഷ്, ആ കിട്ടിയ കമ്മീഷൻ എന്ന് പറയുന്നത് അത് ആർക്ക് ചെല്ലേണ്ടത് തന്നെയാണ്? ഓണർക്ക് ചെല്ലേണ്ടതല്ലേ? അപ്പോൾ പിന്നെ അത് ഏതിൻ്റെ കൂടെയാണ് അത് ആഡ് ചെയ്യേണ്ടത്? ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കാരണം ആ കിട്ടിയിരിക്കുന്ന കമ്മീഷനും ലാഭവും ഇതൊക്കെ ഓണർക്ക് ചെല്ലേണ്ടതാണ്. അത് നമ്മൾ ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുള്ളൂ? ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇവിടെ കമ്മീഷൻ കിട്ടിയത് കാരണം, ഇവിടെ മൈനസ് ചെയ്യാൻ കാരണം ഇത് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പോയ എമൗണ്ടാണ്, അതുകൊണ്ടാണ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തത്. ക്ലിയർ? നെക്സ്റ്റ്, വിഡ്രൂ ഫോർ പേഴ്സണൽ പർപ്പസ് ₹400. എന്താണ് ഇതിൻ്റെ അർത്ഥം? 400 രൂപ പേഴ്സണൽ പർപ്പസിന് എന്ന് വെച്ചാൽ എന്താ? വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതായത് ബിസിനസ് നടത്തുന്ന ആൾക്ക് പല വ്യക്തിപരമായ ആവശ്യങ്ങളും വരും. അപ്പോൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ബിസിനസ്സിൽ നിന്ന് അല്ലേ? പക്ഷെ അത് നമ്മൾ കണക്കിൽ കാണിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ 400 രൂപ എവിടെ നിന്ന് പോയി? ക്യാഷ് വിഡ്രോ ചെയ്തു അല്ലേ? ക്യാഷാണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ ഒരു അസറ്റ് കുറഞ്ഞു, ഏതാണ്? ക്യാഷ്. അപ്പോൾ 400 രൂപ ഓണർ എടുത്തുകൊണ്ട് പോയി. ഇനി നമ്മൾ അത് കുറച്ചല്ലേ ഓണർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ആ 400 രൂപ എന്ത് ചെയ്ത് കാണിച്ചേക്കണം? കുറച്ച് കാണിച്ചേക്കണം. കാരണം 400 രൂപ ബിസിനസ്സിൽ നിന്ന് ഓണർ എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ പിന്നെ ഇനി അത് അയാൾക്ക് കൊടുക്കണ്ടല്ലോ പ്രത്യേകിച്ച്. അത് നമ്മൾ എവിടെ നിന്നും കുറച്ചോളണം? ക്യാപിറ്റലിൽ നിന്നും ആ 400 രൂപ മൈനസ് ചെയ്തോളണം. ക്ലിയർ? അപ്പോൾ ഇത്രയും അസറ്റ്സും ഇത്രയും ലയബിലിറ്റീസുമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണ്ടേ? ഇത്രയും മാത്രം പോരല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോർമാറ്റ് വരയ്ക്കുന്നു. ട്രാൻസാക്ഷൻസ്, അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് എഴുതുന്നു. അസറ്റ്സിൽ നിന്ന് ഇങ്ങനെ എഴുതിയാൽ പോരാ, അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ അസറ്റ്സിനെ എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത അസറ്റിൽ നിന്ന് അസറ്റിനെ എല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതുപോലെ ലയബിലിറ്റീസും. അപ്പോൾ ഇവിടെ വരുന്ന നമ്മൾ കണ്ടുപിടിച്ച അസറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് ഉണ്ട്, മറ്റൊന്ന് സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. പിന്നെ ഇതെല്ലാം റിപ്പീറ്റ് വരുന്നതല്ലേ, അതുകൊണ്ട് അത് നോക്കണ്ട. ലയബിലിറ്റീസിനകത്ത് ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ഇത്രയുമാണ് ലയബിലിറ്റീസ്. അപ്പോൾ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തങ്ങ് എഴുതുന്നു. ക്യാഷ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ഫർണിച്ചർ ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്യാപിറ്റൽ എന്ന്. ഇനി എന്ത് ചെയ്യണം? ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ ട്രാൻസാക്ഷൻ കോളത്തിൽ രേഖപ്പെടുത്തണം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹20,000. അപ്പോൾ എത്ര രൂപയ്ക്കാണ്? അപ്പോൾ 20,000 രൂപ ക്യാഷിൽ വന്നു, അതുപോലെ തന്നെ ക്യാപിറ്റലിലും വന്നു. ക്ലിയർ? അപ്പം ഞാനൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇക്വേഷൻ അങ്ങോട്ട് കൃത്യ അകലത്തിൽ എഴുതിയിട്ട് ഇവിടെ നിങ്ങൾ പ്ലസ് ചിഹ്നം ഇടേണ്ടിടത്തെല്ലാം എന്ത് ചെയ്തേക്കണം? ഒരു ലൈൻ അങ്ങ് വരച്ചേക്കണം കേട്ടോ. ഇപ്പോൾ ഈക്വൽ ടു ഒക്കെ ഉൾപ്പെടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ ലൈൻ മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ തെറ്റ് പറ്റും കേട്ടോ. ഇങ്ങനെ പെൻസിലും കൊണ്ടുവന്നങ്ങ് വരച്ച് വെച്ചേക്കാം. അപ്പോൾ ക്യാഷിലും വന്നു, ക്യാപിറ്റലിലും വന്നു. ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ കൂടെ എഴുതിയിട്ട് വേണം നമുക്ക് ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അടുത്ത തന്നെ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹8,000. 8,000 രൂപയുടെ സാധനങ്ങൾ ക്യാഷിൽ വാങ്ങിച്ചു. അപ്പോൾ ക്യാഷിൽ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ക്യാഷിൽ നിന്ന് എന്ത് ചെയ്യണം? 8,000 രൂപ മൈനസ് ചെയ്യണം. അപ്പം -8,000. ക്യാഷ് പോയി, പക്ഷേ അവിടെ ഒരു അസറ്റ് വന്നു. ഏതാണ്? സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് അവിടെ വന്നു. അപ്പോൾ സ്റ്റോക്കിൽ എത്ര കാണിച്ചിരിക്കുന്നു? 8,000 കാണിച്ചിരിക്കുന്നു. ഇനി വേറൊരു അക്കൗണ്ടിലും അതിൻ്റെ എഫക്റ്റ് വരുന്നില്ല. ബാക്കി എല്ലായിടത്തും 0 ഇട്ട് കൊടുത്തേക്കണം. ആദ്യത്തെ 2 എണ്ണം നമ്മൾ എൻ്റർ ചെയ്തെന്നാൽ പിന്നെ നമ്മൾ ഇതുപോലെ ലൈൻ ഇട്ടിട്ട് നമ്മൾ ആ 2 ട്രാൻസാക്ഷൻ്റെ ഇഫക്റ്റാണ് ന്യൂ ഇക്വേഷൻ എന്ന രീതിയിൽ കാണിക്കുന്നത്. ഈ 2 ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇനി നമ്മളുടെ ക്യാഷ് ബോക്സിൽ എത്ര രൂപയാണുള്ളത്? ക്യാഷ് 12,000, 8,000 രൂപയുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, ഫർണിച്ചർ ഒന്നും വന്നിട്ടില്ല, ക്രെഡിറ്റേഴ്സ് ഒന്നുമില്ല, ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് 20,000 രൂപ ഓണർക്ക് കൊടുക്കാനുള്ളതാണ്. ഇത്രയുമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുക. ബോട്ട് ഫർണിച്ചർ ഫോർ ₹3,000 അല്ലേ? 3,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. ഇതും ക്യാഷ് കൊടുത്താണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ക്യാഷിൽ നിന്ന് എത്ര കുറയണം? ഒരു 3,000 രൂപ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ -3,000 എന്ന് എഴുതണം. അത് എഴുതാൻ വിട്ടുപോയെന്നാൽ നിങ്ങൾ ഇവിടെ കൂട്ടിവെക്കും. അതുകൊണ്ട് -3,000, ഇവിടെ -8,000 എന്ന് എഴുതുന്ന കാര്യം ഒരു കാരണവശാലും വിട്ടുപോകരുത്. അപ്പോൾ ക്യാഷിൽ നിന്ന് കുറഞ്ഞു, 3,000 കുറഞ്ഞു. അപ്പോൾ അവിടെ ഒരു അസറ്റ് അവിടെ വന്നു. ഏതാ? 3,000 രൂപയുടെ ഫർണിച്ചർ അല്ലേ? അപ്പം വേറെ ഒരിടത്തും ഒന്നും എഫക്റ്റ് ഇല്ല. അവിടെ എല്ലാം 0 ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കണം.
ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നേരത്തെ 12,000 രൂപ ഉണ്ടായിരുന്നെന്ന് ഇനി നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയേ ഉള്ളൂ? 9,000 ഉള്ളൂ. 8,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, 3,000 രൂപയുടെ ഫർണിച്ചറുണ്ട്, 20,000 രൂപയാണ് ലയബിലിറ്റി ആയിട്ട് ക്യാപിറ്റൽ ഉള്ളത്. നോക്കിക്കേ, ഇടയ്ക്കൊന്ന് ഇതിൻ്റെ ഇക്വേഷൻ ശരിയല്ലേ നോക്കണം. ഇപ്പം ലയബിലിറ്റി 20,000 ആണ്. ഇപ്പം അസറ്റ് എന്ന് പറയുന്നതോ ഇപ്പോൾ 9,000 പ്ലസ് 8,000 പ്ലസ് 3,000 എത്രയാണ്? 20,000. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് തന്നെ. അങ്ങനെ ഓരോന്നും നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കിയെന്നാൽ ചെയ്തു വരുന്നത് ശരിയാണോ എന്ന് അറിയാൻ പറ്റും. ഇനി അടുത്തത് 4ാമത്തെ ട്രാൻസാക്ഷൻ എന്നാണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹7,000. 7,000 രൂപ കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ വരുന്ന അസറ്റ് ഏതാണ്? സ്റ്റോക്ക്. 7,000 രൂപയുടെ സ്റ്റോക്ക് കണ്ടോ? സ്റ്റോക്കിൻ്റെ താഴെ 7,000 വന്നു. ഇവിടെ കടത്തിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലയബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. ഏതാണ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി. അതായത് 7,000 റുപ്പീസിൻ്റെ ക്രെഡിറ്റേഴ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. നോക്കിയേ, രണ്ട് സൈഡും ഈക്വൽ ആണ് കേട്ടോ. +7,000 +7,000 ഈക്വൽ ആണ്. ഇനി വീണ്ടും ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുക. 9,000 8,000 പ്ലസ് 7,000 ഇപ്പോൾ 15,000 സ്റ്റോക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്നു. 3,000 ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സിന് 7,000 കൊടുക്കാനുണ്ട്, 20,000 രൂപ ക്യാപിറ്റലും കിടപ്പുണ്ട് ലയബിലിറ്റി ആയിട്ട്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ₹4,000. ക്രെഡിറ്റേഴ്സിന് 4,000 രൂപ കൊടുത്തു. ക്യാഷ് പെയ്ഡ് എവിടെ നിന്ന് കുറയണം? ക്യാഷിൽ നിന്ന് മൈനസ്. കണ്ടോ, 4,000 രൂപ കുറയുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റർക്ക് കൊടുത്തതല്ലേ, അപ്പോൾ 7,000 രൂപയായിരുന്നു നേരത്തെ കൊടുക്കാറുണ്ടായിരുന്നു. അതിൽ നിന്ന് 4,000 കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യണം. -4,000 എന്ന് അവിടെ എഴുതണം. വെറുതെ 4,000 അവിടെ എഴുതി വെച്ചാൽ നിങ്ങളിത് കൂട്ടിവെക്കും. അവിടെ -4,000 എന്ന് തന്നെ എഴുതണം. കാരണം 7,000 നിന്ന് 4,000 പോയിട്ട് ഇനി നമ്മൾ 3,000 രൂപയെ ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ളൂ. ക്ലിയർ? പിന്നെ മറ്റുള്ള അക്കൗണ്ടുകളിലൊന്നും അഫക്റ്റ് ഇല്ല, അതുകൊണ്ട് 0 ആയിട്ട് കൊടുക്കാം. ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ ക്യാഷ് 5,000 രൂപ ബോക്സിലുണ്ട്, 15,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, 3,000 രൂപയുടെ ഫർണിച്ചറുണ്ട്, ക്രെഡിറ്റേഴ്സിന് 3,000 കൊടുക്കാനുണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 രൂപയുമാണ്. ക്ലിയർ? നെക്സ്റ്റ് 6ാമത്തെ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് സാലറി ₹500. 500 രൂപ സാലറി കൊടുത്തു. പെയ്ഡ് 500 രൂപ ക്യാഷാണ് കൊടുത്തിരിക്കുന്നത്. എവിടെ നിന്ന് കുറഞ്ഞു? ക്യാഷിൽ നിന്ന് 500 രൂപ കുറഞ്ഞു അല്ലേ? അപ്പോൾ 500 രൂപ ഇവിടെ മൈനസ് ചെയ്യുന്നു. ഇനി എവിടെ നിന്നാണ് അത് കറസ്പോണ്ടിങ് ആയിട്ട് കുറയേണ്ടത്? ഇവിടെ നിന്നൊന്നും കുറയാൻ പറ്റത്തില്ല. എവിടെ നിന്ന് മാത്രമേ പറ്റുകയുള്ളൂ? ക്യാപിറ്റലിൽ നിന്നാണ് ആ എമൗണ്ട് മൈനസ് ആവേണ്ടത്, ഡിഡക്റ്റഡ് ആവേണ്ടത്. അപ്പം -500 എവിടെ നിന്ന് വേണം? ക്യാപിറ്റലിൽ നിന്ന്. അതായത് ഇത്രയും 500 രൂപ സാലറി ഇനത്തിൽ ബിസിനസ് എംപ്ലോയീസിന് പേ ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ ഇനി അത് ക്യാപിറ്റലിൽ ഇട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് ഇനി ആർക്ക് കൊടുത്താൽ മതി? ഓണർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഓണറോട് പറയാം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ 500 രൂപ ഞാൻ സാലറി ഇനത്തിൽ കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ 500 രൂപ എന്ത് ചെയ്തിരിക്കുന്നു? മൈനസ് ചെയ്തിരിക്കുന്നു. ക്ലിയർ? വീണ്ടും ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ ക്യാഷ് ബാലൻസ് 4,500, സ്റ്റോക്ക് 15,000, ഫർണിച്ചർ 3,000, ക്രെഡിറ്റേഴ്സ് 3,000, ക്യാപിറ്റൽ ബാലൻസ് കണ്ടോ റെഡ്യൂസ് ചെയ്ത് എത്രയാണ്? 19,500. ഓക്കെ. നെക്സ്റ്റ് 7th റിസീവ്ഡ് കമ്മീഷൻ ₹300. 300 രൂപ കമ്മീഷൻ കിട്ടി. റിസീവ്ഡ് കിട്ടി, അതായത് 300 രൂപ ക്യാഷ് കിട്ടിയെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ കൂടെ 300 രൂപ ക്യാഷ് ഇത് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്ലസ് എന്നിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 300 രൂപ ക്യാഷ് വന്നു. ഈ വന്ന ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ എവിടെയാണ് കാണിക്കേണ്ടത്? എല്ലാ ട്രാൻസാക്ഷനും ഇഫക്റ്റ് 2 അക്കൗണ്ടിലും വരണം, എന്നാലാണ് ശരിയാവുകയുള്ളൂ. പിന്നെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് ഓണർക്ക് കിട്ടിയിരിക്കുന്നതായിട്ട് തന്നെയല്ലേ കൂട്ടേണ്ടത്. അതായത് ഓണർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൽ ഈ 300 രൂപയും കൂടെ ഉൾപ്പെടും അല്ലേ. അതായത് കമ്മീഷൻ കിട്ടിയതാണ്, അത് ഏതിൻ്റെ കൂടെ കൂട്ടിയേക്കണം? ഓണർക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റലിൻ്റെ കൂടെ കിട്ടിയ തുകയായതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. +300. ക്ലിയർ? വീണ്ടും നമ്മൾ ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ക്യാഷ് ബാലൻസ് 4,800 ആയിട്ടുണ്ട്. 15,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ഫർണിച്ചർ എന്ന് പറയുന്നത് 3,000, ക്രെഡിറ്റേഴ്സിന് 3,000 കൊടുക്കാനുണ്ട്,
ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 19,800 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് ₹400. വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓണർ 400 രൂപ സ്ഥാപനത്തിൽ നിന്നും വിഡ്രൂ ചെയ്തു, പിൻവലിച്ചു. വിഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ 400 രൂപ ബിസിനസിൻ്റെ ക്യാഷ് ബോക്സിൽ നിന്ന് ഇങ്ങെടുത്തു. അപ്പം എന്ത് ചെയ്യണം? ക്യാഷിൽ നിന്ന് ആ 400 കുറയ്ക്കണ്ടേ? കണ്ടോ? അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? -400 എന്ന് എഴുതിയേക്കുന്നു. ഇനി 400 രൂപ ഓണർ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ പിന്നെ ഇനി അത് എവിടുന്ന് നമുക്ക് കുറച്ച് കാണിക്കാം? അയാൾക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റലിൽ നിന്നും കൂടി അത്രയും തുക നമുക്ക് കുറച്ച് കാണിക്കാൻ പാടില്ലേ? അപ്പം ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്യണം? ആ തുക മൈനസ് ചെയ്യണം. -400 ഉണ്ടോ? രണ്ട് സൈഡും ഈക്വലാ. ഇവിടെ -400 ഈക്വൽ ടു -400 ഉണ്ടോ? അപ്പം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്താണ്, ക്യാഷാണ് വിഡ്രോ ചെയ്തത്, അതുകൊണ്ട് ക്യാഷിൽ നിന്ന് കുറച്ചു. അതുപോലെ തന്നെ ആ ഒരു ലൈബിലിറ്റിയും അപ്പം നമുക്ക് കുറയുന്നു. ക്യാപിറ്റലിൽ നിന്നും ആ 400 കുറയ്ക്കുന്നു. അപ്പം നമ്മൾ ആ വിഡ്രോ ചെയ്ത എമൗണ്ടിന് നമ്മൾ വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ 400 ക്യാപിറ്റലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇത്രയും ട്രാൻസാക്ഷൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആസ്തിയും ബാധ്യത എന്ന് പറയുന്നത് ഇത്രയുമാണ്. അതായത് 4,400 രൂപ ക്യാഷും 15,000 രൂപയുടെ അസറ്റും 15,000 രൂപയുടെ സ്റ്റോക്കും 3,000 രൂപയുടെ ഫർണിച്ചറും, ഇത്രയുമാണ് ഈ ഫെയിമിൻ്റെ അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് 2,24,000 രൂപയുടെ അസറ്റ്സ് ആണ് ആ സ്ഥാപനത്തിലുള്ളത്. ഇനി ആ സ്ഥാപനത്തിൻ്റെ ബാധ്യതകൾ, ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള 3,000-ഉം ഓണർക്ക് കൊടുക്കാനുള്ള 19,400 രൂപയുമാണ്. അതായത് ക്രെഡിറ്റർ എന്ന് പറയുന്ന ഔട്ട്സൈഡർ ആണ്. ഇത് ഔട്ട്സൈഡേഴ്സിനോടുള്ള ഇക്വിറ്റി ആണ്. അതായത് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി അല്ലേ. ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓണർക്ക് കൊടുക്കാനുള്ളതാണ്. അതെന്ന് പറയുന്നത് 19,400 ആണ്. രണ്ടും കൂടെ ചേർത്ത് ടോട്ടൽ ലൈബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 22,400 രൂപയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തു വന്നതെല്ലാം ശരിയാണ്. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നു അല്ലേ. വീണ്ടും അപ്പോൾ അക്കൗണ്ടിങ് ഫാക്ട്സ് പ്രസൻറ്റഡ് ബൈ ദി എബവ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഓൾസോ പ്രസൻറ്റഡ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് നോൺ ആസ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ പ്രസൻറ്റേഷൻ എല്ലാം നമുക്ക് ഒരു ബാലൻസ് ഷീറ്റിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. കാരണം ഇതെല്ലാം ബാലൻസ് ഷീറ്റിലെ ഓരോരോ കമ്പോണൻസ് ആണ് അല്ലേ. അസറ്റും ലൈബിലിറ്റീസുമാണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അസറ്റ്സും ഇതെല്ലാം അതിൻ്റെ ഓരോ കമ്പോണൻസ്. അപ്പം നമുക്കതിനെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കിക്കേ, ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ്. ചെറിയ ഫോർമാറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഇതിൻ്റെ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ അസറ്റ്സും ലെഫ്റ്റ് സൈഡിൽ ക്യാപിറ്റലും ലൈബിലിറ്റീസും ആണ് എഴുതുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 19,400. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലൈബിലിറ്റി സൈഡിൽ ഇത്രയല്ലേ ഉള്ളത്. ക്രെഡിറ്റേഴ്സ് 3,000, ക്യാപിറ്റൽ എന്ന് പറയുന്നത് 19,400. അത് രണ്ടും ഈ ലൈബിലിറ്റി സൈഡിൽ എഴുതിയേക്കുന്നു. ഇനി ബാക്കിയുള്ള അസറ്റ്സ് അല്ല. അസറ്റ്സ് 4,400 രൂപയുടെ ക്യാഷ് ഉണ്ട്, 15,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, 3,000 രൂപയുടെ ഫർണിച്ചറുണ്ട്. അതും എഴുതി രണ്ടും ടോട്ടൽ ചെയ്തു. രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ നോക്കിക്കേ, രണ്ട് സൈഡിലും 22,400. അപ്പോൾ 22,400 രൂപയുടെ അസറ്റ്സും ഉണ്ട്, അത്രയും തന്നെ ബാധ്യതകളും ഉണ്ട്. അപ്പം അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഇത് വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് ചെയ്യണം. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ ബേസ് ചെയ്ത് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.